Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നോയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇപ്പോൾ ഇറങ്ങിയ ടെക്നോ സ്പാർക്ക് പവർ 2 എന്ന ഡിവൈസ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 7 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒരു വലിയ ഡിസ്പ്ലേ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 83.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 720x1640 പിക്സൽസ് ആണ് വരുന്നത്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 256 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 480 നിറ്റ്സ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയും പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ലഭിക്കുന്നത്. ഓവറോൾ ഈ ഒരു ഡിവൈസിന്റെ ബോഡി വെയിറ്റ് വരുന്നത് 220 ഗ്രാംസ് ആണ്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പെർഫോമൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച പ്രൊസസ്സേഴ്സ് വരുന്ന സ്മാർട്ട് ഫോണുകളും അവൈലബിൾ ആണ്. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. iOS 6.1 ആണ് ഈ ഒരു ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 സിം കാർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 16 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 5 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 115 ഡിഗ്രി വരെ ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് ക്വാഡ് LED ഫ്ലാഷ് ആണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും റിയർ സൈഡിൽ തന്നെ കാണാം. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു സെൽഫി ക്യാമറ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല സ്മാർട്ട് ഫോണുകളിലും 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരാറുള്ളത്. ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 6000 mAh ഒരു നല്ലൊരു ബാറ്ററി തന്നെ ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്പം 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി നമുക്ക് 1 ഹവറിൽ 50% വരെ ചാർജ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് USB Type-C പോർട്ടൊന്നും അവൈലബിൾ അല്ല. മൈക്രോ USB പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഡിവൈസ് 3 കളേഴ്സിലാണ് വരുന്നത്. ഐസ് ജെഡൈറ്റ്, മിസ്റ്റി ഗ്രേ, ഫാസിനേറ്റിംഗ് പർപ്പിൾ. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ സാർ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.85 വാട്ട്സ് പെർ കിലോഗ്രാം ആണ് ഹെഡ് സാർ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ 0.80 വാട്ട്സ് പെർ കിലോഗ്രാം ആണ് ഈ ഒരു ഡിവൈസിന്റെ ബോഡി സാർ വാല്യൂ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം ഈ ഒരു ഡിവൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ടെക്നോ സ്പാർക്ക് പവർ 2 എന്ന ഡിവൈസിന്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മുടെ ടെക്നോ സ്പാർക്ക് പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ടെക്നോയിൽ നിന്ന് കുറച്ചു കാലം മുന്നേ ലോഞ്ച് ചെയ്തൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിവൈസുമായി ഈ ഒരു സ്മാർട്ട് ഫോൺ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു AMOLED ഡിസ്പ്ലേ ആയിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ആ ഒരു ഡിവൈസിൽ ഉണ്ടായിരുന്നു. പവർ 2 എന്ന ഡിവൈസിലേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഒരു അപ്ഗ്രേഡിംഗ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മറിച്ച് ഒരു ഡീഗ്രേഡിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്ന സെയിം ചിപ്സെറ്റ് തന്നെയായിരുന്നു ആ ഒരു ഡിവൈസിലും വന്നിരുന്നത്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന സമയത്ത് ഒരു അപ്ഗ്രേഡിംഗും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആ ഒരു സ്മാർട്ട് ഫോൺ 13 മെഗാപിക്സൽ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ ആയിരുന്നു. അപ്പോൾ ക്യാമറ സെഗ്മെന്റിൽ ഒരു ചെറിയ അപ്ഗ്രേഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം സെൽഫി ക്യാമറയിലും ഒരു നല്ല അപ്ഗ്രേഡിംഗ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി തന്നെയായിരുന്നു ആ ഒരു ഡിവൈസിലും വന്നിരുന്നത്. അപ്പോൾ ബാറ്ററി സെഗ്മെന്റിൽ അപ്ഗ്രേഡിംഗ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ആ ഒരു ഡിവൈസിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ലായിരുന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.